ചേട്ടാ തട്ടിപ്പിന്റെ പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ട്. ഈയിടെയായിട്ട് തട്ടിപ്പൊക്കെ കുറച്ച് കൂടുതലുമാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളി കേരളത്തിൽ വന്ന് 27 കോടി രൂപ തട്ടിയെടുത്തൊരു കേസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ആ കേസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ്? ആസാം സ്വദേശിയാണ് സിറാജുൽ ഇസ്ലാം. ഈ സിറാജുൽ ഇസ്ലാമിനെ പിടിക്കാനായിട്ട് പോലീസ് ഇവിടുന്ന് പോയി, കേരള പോലീസ്. ഇയാൾ ആസാമിലെ മൊറീഗാവ് ജില്ലയിലെ ലാഹോരി ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്. അപ്പോൾ പോലീസ് അവിടെ ചെല്ലുമ്പോൾ, ഇവിടെയൊക്കെ അറിയാമല്ലോ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നടക്കുന്ന അവരുടെ ഒരു വേഷം, അവരൊരു മിക്കവാറും എല്ലാവരും ടീഷർട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പാൻറ് ഒക്കെയാണ്. വില കൂടിയ വസ്ത്രങ്ങൾ ഒരിക്കലും അവർ ധരിക്കില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഇയാൾ ഈ യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ് അയാളുടെ വീട്. അതുപോലെ ആഡംബര വീടാണ്, നമ്മളൊന്ന് സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്കുള്ള വീട്. അതുപോലെ ഇയാൾക്ക് സ്വന്തമായിട്ട് ഒട്ടേറെ വാഹനങ്ങൾ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. കോഴി ഫാമുണ്ട്. അങ്ങനെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഈ സിറാജുൽ ഇസ്ലാം. 26 വയസ്സേ ഉള്ളൂ. 17 ദിവസം നീണ്ട തിരച്ചിലായിരുന്നു. അപ്പോൾ ഈ 17 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് സിറാജുലിനെ അവിടുന്ന് പിടിക്കുന്നത്. ഇയാളുടെ സഹോദരനുണ്ട്. ഇയാളുടെ സഹോദരൻ ആ കേസിലെ പ്രതിയാണ്. അപ്പോൾ സഹോദരനെ പക്ഷേ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇയാളിവിടെ ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി ഉണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ. അത് ആധാറും പാൻ കാർഡും ലഭ്യമാക്കുക. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുമൊക്കെ അവർക്ക് പാൻ കാർഡ് കൊടുക്കുക, ആധാർ കൊടുക്കുക, ഇതുപോലുള്ള പരിപാടികളൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പിന്നെ എല്ലാവരും ചെന്ന് നമുക്ക് പാൻ കാർഡ് ചില സമയത്ത് അത്യാവശ്യമായിട്ട് വരും. ഇപ്പോൾ ബാങ്കിലൊക്കെ ചെന്നിട്ട് നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡ് വേണം. അല്ലെങ്കിൽ ബാങ്കിൽ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഇടപാട് നടത്തണമെങ്കിലൊക്കെ നമുക്ക് പാൻ കാർഡ് ആവശ്യമാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ പണ്ട് എല്ലാവരും പാൻ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പോൾ പാൻ കാർഡ് എടുക്കുന്നുണ്ട്. പാൻ കാർഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ആധാറും പാൻ കാർഡും എടുത്തു കൊടുക്കുന്ന ഏജൻസിയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ഇയാൾ ചെയ്യുന്ന പരിപാടി, ഇയാളുടെ അടുത്ത് വരുന്ന ഇടപാടുകാരുണ്ട്. ഈ ഇടപാടുകാർ, അപ്പോൾ ഇയാൾ ആധാറും പാൻ കാർഡും ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഫോട്ടോ വേണം. ഇയാളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇടപാടുകാർ വന്ന് ഫോട്ടോ തരും. ഇയാൾ ആ ആധാറിലും പാൻ കാർഡിലും നോക്കിയിട്ട്, നമുക്കിപ്പോൾ വായ്പ വേണമെങ്കിൽ സിബിൽ സ്കോർ വേണം. സിബിൽ സ്കോർ ഇല്ലെങ്കിൽ, സിബിൽ സ്കോർ ഉണ്ടോ? ഇല്ല. പോട്ടെ. അപ്പം സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇയാൾ ചെക്ക് ചെയ്യും, ഇയാൾ നോക്കുമ്പോൾ സിബിൽ സ്കോർ ഉള്ള ആളുകൾ ആരൊക്കെയാണ്. അപ്പോൾ അവരുടെ ഈ ആധാറും പാൻ കാർഡും അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് സിറാജുൽ ഇസ്ലാം ചെയ്യുന്നത്, അതിനകത്ത് സ്വന്തം ഫോട്ടോ അങ്ങോട്ട് പതിപ്പിക്കും. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. ടെക്നോളജി വളർന്നതുകൊണ്ട് എന്തും ചെയ്യാം. അപ്പോൾ AI കാലമാണ്. അപ്പോൾ സ്വന്തം ഫോട്ടോ ഈ പാൻ കാർഡിലും ആധാറിലും ഒക്കെ സ്വന്തം ചിത്രം പതിപ്പിച്ചിട്ട് ഇയാൾ വ്യാജ കാർഡായി. അപ്പോൾ ഇയാളുടെ ഫോട്ടോ വെച്ചാൽ അത് വ്യാജമായല്ലോ. മറ്റൊരാളുടെ ഡീറ്റെയിൽസും ഇയാളുടെ ഫോട്ടോയും. ആളിതാണ്. ഈ നമ്മൾ ഈ ലോൺ ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ KYC പൂർത്തിയാക്കുക. ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെ വേണമല്ലോ. അപ്പോൾ ഇയാൾ ചെയ്യുന്നത്, ഈ ബാങ്കിൻ്റെ വെർച്വൽ ക്രെഡിറ്റ് കാർഡുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈൻ പോർട്ടലുകളുണ്ട്. അതിനകത്ത് നമുക്ക് ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. ബാങ്കിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ഇയാൾ ബാങ്കിൻ്റെ ഈ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് ഈ വ്യാജമായി ഉണ്ടാക്കിയ ആധാറും പാൻ കാർഡും വെച്ചിട്ട് സ്വന്തമാക്കും. അപ്പോൾ അത് കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടി, അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് കാർഡിനകത്ത് നമുക്കൊരു ഇത്ര തുക നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ക്രെഡിറ്റ് കാർഡ് പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇയാൾ കാർഡ് കിട്ടുന്നത്. വെർച്വൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. നമ്മൾ ബാങ്കിൽ പോകണ്ട, വെർച്വൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടി. എന്നിട്ട് ഇയാൾ ഈ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇതിനകത്ത് അനുവദിച്ചിട്ടുള്ള തുക ഇത്ര തുകയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അവർ കാർഡ് തരുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളവർക്കറിയാം. ആ തുകയെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു മാസം നമുക്ക് നിശ്ചിത തുക ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കതില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ കാർഡ് ഇയാൾ സ്വന്തമാക്കും, ഇയാൾ കരസ്ഥമാക്കും. എന്നിട്ട് ഇയാൾ ചെയ്യുന്ന പരിപാടി ഏതോ ഒരാളുടെയാണ്. അപ്പം അഞ്ജന അവിടെ കൊണ്ടൊരു പാൻ കാർഡിന് വേണ്ടിയിട്ടും ആധാറിന് വേണ്ടിയിട്ടും ചെല്ലുന്നു. അപ്പോൾ സിവിൽ സ്കോർ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അതെടുക്കുകയില്ല. വേറെ ആൾ ചെല്ലുന്നു, അയാളുടെ ഉണ്ടെങ്കിൽ
അത് നോക്കുന്നു, കൊള്ളാം, ഇയാൾ സിവിൽ സ്കോറുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇയാൾ ഇയാളുടെ ഫോട്ടോ വെച്ചിട്ട് വ്യാജ ഇതുണ്ടാക്കും, ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളുണ്ട്, അതിനകത്ത് ഈ റിസർവ് ബാങ്ക് അംഗീകൃതമായിട്ടുള്ള ഓൺലൈൻ ആപ്പുകളുണ്ട്. അല്ലാതുള്ള ഓൺലൈൻ ആപ്പിന് പ്രത്യേകിച്ച് രേഖയൊന്നും കാണിക്കണമെന്നൊന്നുമില്ല. അവന്മാർ കാശ് തരും, കാശ് തന്നിട്ട് പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരുപാട് ആത്മഹത്യയൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ കൃത്യമായിട്ട് ഈ ഓൺലൈൻ വായ്പ എടുക്കണമെങ്കിൽ, ആപ്പുകളിൽ നിന്ന് വായ്പ എടുക്കണമെങ്കിൽ നമ്മൾ KYC പൂർത്തിയാക്കണം. അത് പാൻ കാർഡ് കൊടുക്കണം, ഇതുപോലെ ആധാർ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നമുക്ക് തുക തരുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഇയാളും ചെയ്തത്. ഇയാൾ ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് അതിനകത്തുള്ള മുഴുവൻ തുകയും ഇയാൾ അടിച്ചു മാറ്റും. ഇപ്പോൾ ഏതോ ഒരാളുടെ തുകയാണ്, അയാളുടെ ബാങ്കിലുള്ള തുക മുഴുവൻ ക്രെഡിറ്റ് കാർഡ് കിട്ടിയെന്ന് അയാൾക്കറിയത്തില്ല. അപ്പം വേറൊരാളുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡാണ്, അയാൾക്കറിയത്തില്ല അയാൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നോ അത് ഇയാൾ ഉപയോഗിക്കുകയാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ 500-ലധികം പേരുടെ ക്രെഡിറ്റ് കാർഡാണ് ഇയാൾ ഉണ്ടാക്കിയത്, വ്യാജമായി നിർമ്മിച്ചത്. വ്യാജമായി ഈ 500-ലധികം ക്രെഡിറ്റ് കാർഡ് നിർമ്മിച്ചിട്ട് ഈ മുഴുവൻ തുകയും ഇയാൾ അടിച്ചു മാറ്റി. അങ്ങനെ ഇയാൾ സമ്പാദിച്ചത് 27 കോടി രൂപയാണ്, 1-2 രൂപയല്ല. ഇവിടെ നമുക്ക് ഓണം ബമ്പർ അടിക്കുന്ന ആൾക്ക് 25 കോടിയാണെന്ന് പറയുന്നെങ്കിലും അയാൾക്ക് കിട്ടുന്നത് 12 കോടിയിൽ പുറത്ത് രൂപ മാത്രമാണ്. അപ്പോൾ ഈ മലയാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലും, മലയാളികളും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളും തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നെല്ലാം ഈ അടിച്ചു മാറ്റി 27 കോടി രൂപ. അത് ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇയാൾ ആദ്യം സ്വന്തം പേരിലുള്ള ഡിജിറ്റൽ വാലറ്റിലേക്ക് മാറ്റും. ഈ ഓരോ ആളുകളിൽ നിന്നും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടിച്ചു മാറ്റുന്ന തുക, അത് മുഴുവൻ തുക എടുക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് 3 ലക്ഷമാണ് പരിധിയെങ്കിൽ ആ 3 ലക്ഷം രൂപയും ഇയാൾ അടിച്ചു മാറ്റും. അടുത്ത ഒരാൾക്ക് ഇപ്പോൾ ഇത്ര രൂപ 2 ലക്ഷമാണെങ്കിൽ ആ 2 ലക്ഷം രൂപയും ഇയാൾ മുഴുവൻ തുക അടിച്ചു മാറ്റും. ഇതൊന്നും അയാൾ അറിയുന്നില്ല. തൻ്റെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നോ അത് വേറൊരുത്തൻ ഇയാൾ സിറാജുൽ ഇസ്ലാം അത് അടിച്ചുകൊണ്ട് പോയെന്നോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഈ വാലറ്റിൽ മാറ്റിയിട്ട് അവിടെ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെ 500-ലധികം പേരുടെ പാൻ കാർഡ് ഉപയോഗിച്ച് ഇയാൾ ഈ തട്ടിപ്പ് നടത്തി. ഈ പണം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ വലിയ കോടീശ്വരനാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകൾ വരും. നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ പാത്രം വിൽക്കാനൊക്കെ ആളുകൾ വരുമല്ലോ, ആഴ്ചപ്പിരിവാണ് അവർക്ക്, നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ വരും. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വലിയ ഭൂസ്വത്തൊക്കെയുള്ള സമ്പന്നന്മാരാണ്. അവർ വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ഇങ്ങനെ ചെയ്യുന്നു. ഇടയ്ക്ക് അവർ വരത്തില്ല, ഇടയ്ക്ക് അവർ പോയി അവിടെ കൃഷിയൊക്കെ ഉള്ള സമയത്ത് കൃഷിയൊക്കെ ചെയ്ത്. അപ്പോൾ എന്നോട് ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ കൃഷിയൊക്കെ നഷ്ടമാണ്, പിന്നെ ലാഭമുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഈ തെങ്ങാണ്. കേരളത്തിൽ നഷ്ടവും തമിഴ്നാട്ടിൽ ലാഭവുമാണ്. അതാണ് വ്യത്യാസം, അതാണ് ലാഭം. പക്ഷേ ഈ തെങ്ങ് വളർന്ന് വരാൻ ഇത്തിരി സമയമെടുക്കും. പിന്നെ അവിടെ എല്ലാം ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ നെല്ലുണ്ട്, വാഴയുണ്ട്, എല്ലാം അവിടെയാണുള്ളത്. നമുക്ക് കേരളം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഈ സാധനം എല്ലാം വരണമെങ്കിൽ അവിടെ നിന്ന് വരണം. അപ്പോൾ അങ്ങനെ ഇയാൾ ഈ കോഴി ഫാം ഉണ്ടാക്കി, ഇത്രയും വലിയ വീടുണ്ടാക്കി, ഭൂസ്വത്തുക്കൾ ധാരാളം അവിടെ ഉണ്ടാകും. അയാൾ അവിടുത്തെ ഒരു വലിയ കോടീശ്വരനാണ്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ 26-ാമത്തെ വയസ്സിൽ കേരളത്തിൽ പോയി സമ്പന്നനായ ഒരാൾ. അപ്പോൾ ഈ ആസാമികളെല്ലാം, അതുകൊണ്ടാണ് ഈ ആസാമികളിലെല്ലാം തിരക്ക് ഇവിടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുമ്പോൾ ബംഗാളി എന്ന് പറയുന്നെങ്കിലും ആസാമിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനുണ്ട്. ആ ട്രെയിനകത്ത് കയറണം. ഇന്ത്യയിലെ തന്നെ ഒരു വൃത്തികെട്ട ട്രെയിനാണത്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആസാമിൽ നിന്നുള്ള ആളുകളാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. എന്തായാലും അത് അവിടെ വയ്ക്കട്ടെ. അപ്പോൾ ഇയാൾ ഈ രേഖയെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2023 ഇയാളുടെ സഹോദരൻ്റെ പേര് ഷെറിഫുൾ എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അയാൾ പ്രതിയാണ്, കൂട്ടുപ്രതിയാണ്, ഷെറിഫുൾ ഇസ്ലാം. 2023 ഈ തട്ടിപ്പ് അരങ്ങേറി തുടങ്ങിയത്. അതൊക്കെ നല്ല രസമുള്ള പരിപാടി, എളുപ്പം സമ്പന്നനാകാനുള്ള ഒരു പരിപാടി. വേറെ ആരും തിരക്കി വരുന്നതുമില്ല. ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ടും ആരും അന്വേഷിച്ച് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫെഡറൽ ബാങ്കിലെ ഒരു നിക്ഷേപകനുണ്ട്. അയാൾ അപേക്ഷിച്ചതൊന്നുമില്ല, അപേക്ഷിക്കാതെ തന്നെ അയാൾക്കൊരു ക്രെഡിറ്റ് കാർഡ് വീട്ടിൽ വരുന്നു. അയാളുടെ അഡ്രസ്സിൽ തപാലിൽ ഒരു ക്രെഡിറ്റ് കാർഡ് വന്നു. അങ്ങനെ ഇയാൾക്ക് സംശയം തോന്നി. ഇയാൾ ബാങ്കിൽ ചെന്ന് ഇത് പറഞ്ഞു, ഞാൻ അപേക്ഷിച്ചിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് ക്രെഡിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞിട്ട്
ഇയാൾ ബാങ്കിന് വിവരം ധരിപ്പിച്ചു. അപ്പോഴാണ് ബാങ്കുകാർ ഇത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ബാങ്കുകാർ ഈ രേഖകളൊക്കെ പരിശോധിച്ചു. ആ രേഖ പരിശോധിച്ചപ്പോൾ ഈ പരാതി പറഞ്ഞ നിക്ഷേപകൻ്റെ പേരിൽ പാൻ കാർഡ് ഉപയോഗിച്ച് വെർച്വൽ കാർഡിന് പ്രതികൾ സമർപ്പിച്ച അപേക്ഷ കണ്ടെത്തി. അപ്പോൾ അയാൾ ചെന്ന് പരാതി കൊടുക്കുക, അയാൾ ചെന്ന് പറയുകയാണ്, അതാണ്ട് എൻ്റെ പേരിലുള്ള കാർഡാണ്, ഞാൻ ഈ കാർഡിന് അപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ബാങ്ക് ഈ രേഖയെല്ലാം പരിശോധിച്ചു. അപ്പോൾ ഇയാളുടെ പേരിൽ മറ്റാരോ ഇയാളുടെ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ചിട്ടുണ്ട്, ഓൺലൈനായി അപേക്ഷിച്ചിരിക്കുന്നു, വെർച്വൽ കാർഡിന് അപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അതിൽ സമർപ്പിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അപേക്ഷ ഇങ്ങനെ നോക്കി. അത് നോക്കിയപ്പോഴാണ് ഈ തട്ടിപ്പ് ബാങ്ക് പുറത്തറിഞ്ഞത്. യഥാർത്ഥത്തിൽ ഫെഡറൽ ബാങ്കിനെയാണ് ഇത് കളിപ്പിച്ചിട്ട് പോയത്. 27 കോടി 27 കോടി ബാങ്കിനെ കളിപ്പിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ബാങ്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നു. അവർ കുറേ നാൾ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. അങ്ങനെയാണ് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അന്വേഷണവുമായി ആസാമിലേക്ക് പോകുന്നത്. ആസാമിൽ പോകുന്നതിന് മുമ്പ് ആസാം പോലീസിന് വിവരം അറിയിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ആസാം പോലീസും കൂടെ, അല്ലാതെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താകും എന്ന് പറയാൻ പറ്റില്ല. അതാത് സ്ഥലത്തെ പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചില കേസുകളിലൊക്കെ അല്ലാതെ തന്നെ പോകാം. കാരണം അവിടെ ഈ പ്രാദേശികമായിട്ട് ചിലപ്പോൾ പോലീസിൻ്റെ ഒരു എന്താ പറയുക, പോലീസിൻ്റെ ഒരു സഹായം കൂടെ ഈ പ്രതികൾക്കുണ്ടാകും എന്നൊക്കെയുള്ള ചില കേസുകളിൽ. അല്ലാതുള്ള കേസുകളിൽ അതാത് ഇടങ്ങളിലെ പോലീസിനെ വിവരം അറിയും. അപ്പോൾ ആസാം പോലീസിനെ വിവരം അറിയിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ആൾ മാറിപ്പോയെന്നാണ്. നമ്മൾ അന്വേഷിച്ച് വന്ന ആൾ ഇതല്ല. മുഖം വലിയ ബംഗ്ലാവ്, നിരനിരയായി കാറുകൾ, വാഹനങ്ങൾ, അപ്പുറത്ത് കോഴി ഫാം. അന്വേഷിച്ച് പറഞ്ഞ് ഈ മുതലാളിക്ക് അപ്പുറത്ത് കോഴി ഫാമൊക്കെ ഉണ്ട്, നല്ല സ്നേഹസമ്പന്നനും ദാനശീലനുമാണ്, കാണുന്നവർക്കൊക്കെ 500 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ ചില പണക്കാരുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഒരു 500 രൂപ എടുത്ത് പോക്കറ്റ് വെച്ച് പൊക്കോ എന്ന് പറയും. അപ്പം അങ്ങനെ ഉള്ള ഒരു മുതലാളിയായിട്ട് ഇയാളിങ്ങനെ വിലസുമ്പോഴാണ് 17 ദിവസം വേണ്ടി വന്നു ഇയാളെ പിടിക്കാൻ. ആ 17 ദിവസത്തെ നീക്കത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇയാൾ ഈ തട്ടിയെടുത്ത 27 കോടി രൂപയാണ്. ആ 27 കോടിയിൽ 4 കോടി രൂപയും ഇയാളുടെ അക്കൗണ്ടിലേക്ക് ബന്ധിപ്പിച്ച, ഈ സിറാജുലിൻ്റെ അക്കൗണ്ടിലേക്ക് ബന്ധിപ്പിച്ച വാലറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ കബളിപ്പിച്ച, ബാങ്കിനെ കബളിപ്പിച്ച. പലരും ബാങ്കിനെ കബളിപ്പിച്ചിട്ട് വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാർ ഒക്കെ പോയിട്ടുണ്ട്. എത്രയോ ആളുകൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ വിജയ് മല്യ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ. നമ്മൾ ലോണിനങ്ങ് തന്നാൽ നമുക്ക് തരികയല്ല, ഇവർ ചെന്നപ്പോഴേ ലോൺ പാസ്സാക്കി കൊടുക്കുകയാണ്. ഇവർ ഈ കാശ് കോടിക്കണക്കിന് രൂപയാണ് ലോൺ കിട്ടുന്നത്. ആ കാശുമായി അവർ ബാങ്കിനെ കളിപ്പിച്ച് രാജ്യം വിട്ടുപോകും. അപ്പോൾ ഇയാൾ രാജ്യം വിട്ടുപോയില്ല, ഇയാൾ അസാമിലേക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം ധാരണ, ഇവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ചെയ്തതിന് ശേഷം, അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളികളായ വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകളുടെ തുക ഇതുപോലെ പല സംസ്ഥാനത്തും ഇരുന്നുകൊണ്ട് ആളുകൾ അടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ ചുമ്മാ നിങ്ങളുടെ ഫോണിൽ വരികയാണ്, നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ലോൺ റെഡിയായി, അപ്പോഴേ ചാടി വീണ് നമ്മുടെ രേഖകളെല്ലാം കൊടുക്കും. നമ്മൾ ആപ്ലിക്കേഷൻ പലയിടത്തും കൊടുത്തോ? ഇല്ല. കൊടുക്കാതെ നമുക്ക് ലോൺ കിട്ടി, അതും 50 ലക്ഷം രൂപ. അപ്പോഴേ ഇതെല്ലാം കൊടുത്തു, ആ കിടക്കുന്നു. ആകപ്പാടെ അതിനകത്തുണ്ടായിരുന്ന ബാക്കി കാശും കൂടെ പിന്നെ നമ്മൾ കൊണ്ടിട്ടാലും അവൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ പിന്നെ നിങ്ങൾക്ക് CBI ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കുക, പോലീസാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുക, ആളുകളെ തടവിലാക്കും, വെർച്വൽ അറസ്റ്റ്. അപ്പോൾ ഈ പാവങ്ങൾ, അത് ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ആയിട്ടുണ്ട്. അഭിഭാഷകർ അത്തരം വെർച്വൽ അറസ്റ്റിൽ അങ്ങനെ ആയിട്ടുണ്ട്. അതായത് അവർക്ക് ആ സമയത്ത് ഇവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്കാക്കും. അതുപോലെയുള്ള കേസുകൾ ഉള്ളപ്പോഴാണ് ഇയാൾ ഈ സിറാജുൽ ഇസ്ലാം ബാങ്കിനെ നമ്മുടെ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കാൻ വേണ്ടി വന്നു. അയാൾ നോക്കിയപ്പോൾ ഇതൊരു നല്ല പരിപാടിയാണ്. അങ്ങനെ കേരളത്തിലിരുന്നു കൊണ്ട് ഈ തട്ടിപ്പ് നടത്തി ആസാമിൽ കോടീശ്വരനായ സിറാജുൽ ഇസ്ലാം.